സർവശക്തനായ ദൈവത്തിൽ ആനന്ദിച്ച് അവിടുത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവീക കൃപകൾ സ്വീകരിക്കുന്ന സ്വർഗീയ സംഗീതം എന്ന ഈ ഒരു ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് നല്ലവനായ നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. സ്തുതിച്ചു പാടി ആരാധിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളം ദൈവകൃപകൾ സ്വീകരിക്കാം. എഫേസോസ് എഴുതപ്പെട്ട ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം വചനപ്രകാരം നമ്മോട് പറയുന്നു: ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി അവനെ ഉപവിഷ്ടനാക്കി. പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ദൈവവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. എല്ലാ നാമങ്ങൾക്കും ഉപരിയായിട്ട്, എല്ലാ ശക്തികൾക്കും ആധിപത്യങ്ങൾക്കും പ്രഭുത്വങ്ങൾക്കും ഉപരിയായിട്ട് കർത്താവായ യേശുവിനെ ദൈവം ഉപവിഷ്ടനാക്കി, സ്ഥാനീയനാക്കി മാറ്റി. ഇനി എന്തിനു വേണ്ടിയാണ് പിതാവായ ദൈവം അപ്രകാരം ചെയ്തത്? വീണ്ടും നാം കാണുന്നു ഫിലിപ്പിയർക്ക് എഴുതപ്പെട്ട ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെ വാക്യങ്ങൾ. 9 മുതൽ 11 വരെ വാക്യങ്ങൾ. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? എല്ലാ നാമങ്ങൾക്ക് ഉപരിയായ നാമം, എല്ലാ അധികാരങ്ങൾക്ക് ഉപരിയായ അധികാരം ഈ കർത്താവായ യേശുവിന് പിതാവായ ദൈവം നൽകിയത്. അതെല്ലാവരും കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നതിന് വേണ്ടി. എല്ലാ നാവുകളും അവന് ദൈവവും രക്ഷകനുമായി ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഇനി അപ്രകാരം ഏറ്റുപറയുന്ന വ്യക്തിയെക്കുറിച്ച്, ജനത്തെക്കുറിച്ച്, ആളുകളെക്കുറിച്ച് ദൈവത്തിന്റെ വചനം വീണ്ടും പറയാണ്. റോമാക്കെഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായം 12-13 വാക്യങ്ങൾ. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വസിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. നോക്കിക്കേ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാഗ്ദാനമാണ്. വചനം പറയുക, യഹൂദനെന്ന് ഗ്രീക്കുകാരനെന്ന് വ്യത്യാസമില്ല. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കർത്താവായ യേശുവിൻ്റെ നാമം, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നോ ഇല്ലയോ? കർത്താവിൻ്റെ നാമം നിന്റെ അധരത്തിലുണ്ടെങ്കിൽ, കർത്താവിൻ്റെ നാമം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിനക്ക് രക്ഷയുണ്ട്. അതല്ലേ ദൈവവചനം ഉറപ്പിച്ചു പറയുക, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഇതാ യേശു നാമത്തെ ആവർത്തിച്ച് പ്രഘോഷിക്കുന്ന, ഏറ്റുപറയുന്ന ഒരു ഗാനത്തോട് ചേർന്ന് നാം പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഗാനത്തോട് ചേർന്ന് നമുക്ക് ഉത്സാഹത്തോടെ പാടാം, ആവേശത്തോടെ പാടാം. കാരണം യേശു നാമത്തിൽ നമുക്ക് രക്ഷ. എല്ലാ മഹത്വവും ആധിപത്യമുള്ള നാമം നമ്മുടെ കർത്താവിൻ്റെ നാമം ഏറ്റുപറഞ്ഞ് നമുക്ക് പാടി ആരാധിക്കാം. യേശു യേശു യേശുവേ, യേശു നാമം പാവനം. ഗാനത്തോട് ചേർന്ന്, താളത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. യേശു യേശു യേശുവേ, യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. യേശു യേശു യേശുവേ, യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം യേശുവിനെ വിളിച്ച്. യേശു യേശു യേശുവേ, യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം സന്തോഷത്തോടെ പാടി. യേശു യേശു യേശുവേ, യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. എല്ലാ തരങ്ങളും സന്തോഷത്തോടെ, ആവേശത്തോടെ എൻ്റെ കർത്താവിൻ്റെ നാമമാണ് ഞാൻ ഏറ്റുപറയുന്നെങ്കിൽ ഏറ്റു പറയുമ്പോൾ തന്നെ എനിക്ക് രക്ഷയുണ്ട് എന്ന് വിശ്വസിച്ചു. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ, യേശു നാമത്തിൽ എനിക്ക് സൗഖ്യമുണ്ട്, എനിക്ക് വിടുതലുണ്ട്, എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധിയുണ്ട്.
കർത്താവിന്റെ നാമം ഞാൻ പ്രഘോഷിക്കുന്നതെങ്കിൽ അത് തന്നെ എൻ്റെ ജീവിതത്തിൽ രക്ഷയ്ക്ക് കാരണമാകും. വിശ്വാസം ഉണ്ടാകട്ടെ. വിശ്വാസത്തോടെ, അഭിമാനത്തോടെ, സന്തോഷത്തോടെ ചേർന്ന് പാടി. സർവശക്തനാഥനേ, സർവരക്ഷദായക, സർവപാപമോചക, അങ്ങേ നാമം വാഴ്ത്തുന്നു. യേശു യേശു യേശുവേ, യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. ലോകത്തിൻ പ്രകാശമേ, കൂരിരുൾ നീക്കണേ, ദിവ്യദീപ്തി ചിന്തണേ, ദിവ്യകാന്തി നൽകണേ. യേശു യേശു യേശുവേ, യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. കാലത്തിനറുതിയോളം ഞങ്ങളൊത്തു വാഴണേ, എന്നും എന്നും ഞങ്ങളെ വഴി നടത്തണേ പ്രഭോ. യേശു യേശു യേശുവേ, യേശുനാമ പാവനം, യേശുനാമ പാടുന്നു, യേശുനാമം ആവർത്തിച്ച് പാടിക്കേ. യേശു യേശു യേശുവേ, യേശുനാമ പാവനം, യേശുനാമ പാടുന്നു, സന്തോഷത്തോടെ, പ്രത്യാശയോടെ. യേശു യേശു യേശുവേ, യേശുനാമ പാവനം, യേശുനാമ പാടുന്നു, കർത്താവ് നാമത്തെ വിളിക്കട്ടെ. ഈശോയെ, ഈശോയെ, യേശുവേ, യേശുവേ. എല്ലാവരും സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ വിളിച്ച്, ഈശോയെ വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, എന്റെ ദൈവമേ എന്ന് വിളിച്ച് കർത്താവിനെ വിളിക്കട്ടെ. കർത്താവ് നാമം അധരങ്ങളിൽ നിന്ന് ഉയരട്ടെ, മനസ്സിൽ നിന്ന് ഉയരട്ടെ. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ നാമവും ദൈവാരാധന ഉയരട്ടെ. കർത്താവിന്റെ നാമം നിനക്ക് രക്ഷയായിട്ട് മാറുക, സൗഖ്യമായിട്ട് മാറുക. അന്ന് പാലസ്തീനയിൽ വെച്ച് ആരൊക്കെ അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചോ അവർക്കൊക്കെ സൗഖ്യം കിട്ടിയെങ്കിൽ ഇന്ന് നീ ഈ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് നിനക്ക് സൗഖ്യമുണ്ട്. വിശ്വസിക്കുക. നീ എവിടെ ഇരുന്നാണെങ്കിലും ദൈവനാമമാണ് നീ വിളിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് അറിയുന്നുണ്ട്. രക്ഷിക്കുന്ന ദൈവം നിന്റെ ചാരയുണ്ട്, നിന്റെ സമീപത്തുണ്ട്. ഈശോയെ, 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 ഈശോയെ. കൂട്ടായ്മയോട് ചേർന്ന് ആരൊക്കെ നിന്റെ നാമത്തെ വിളിക്കുന്ന അവരൊക്കെ കർത്താവേ അനുഗ്രഹിക്കപ്പെടട്ടെ, രക്ഷിക്കപ്പെടട്ടെ, ദാനങ്ങളാന്നറിയട്ടെ. ഈശോയെ, 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 ഈശോയെ. വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ. വലിയൊരു വാഗ്ദാനം ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുക. എന്നും എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കേണ്ട ഒരു വാഗ്ദാനം. ദൈവത്തിന്റെ വചനം പറയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. നോക്കിക്കേ, ദൈവത്തിന്റെ വചനം വലിയൊരു വാഗ്ദാനം തരുവാണ്. യേശു നാമത്തിൽ നീ ചോദിച്ചോ, യേശു നാമത്തിൽ ദൈവമഹത്വത്തിനായി, ദൈവമഹത്വത്തിന് ഉപകാരപ്പെടുന്ന ഏതു കാര്യവും ചോദിച്ചോ, നിന്റെ ജീവിതത്തിൽ അത് ദൈവമായ കർത്താവ് ഈശോ നടത്തി തരും. കർത്താവിന്റെ വാക്കാ, വാക്കു മാറാത്തവന്റെ വാക്കാ. വിശ്വസിക്കാം. വിശ്വസിച്ച് പ്രത്യേകിച്ച് ഈ കർത്താവിനെ സ്തുതിക്കുന്ന ഈ ശുശ്രൂഷയോട് ചേർന്ന് നമ്മളായിരിക്കുമ്പോൾ, യേശുനാമത്തെ ആവർത്തിച്ച് പാടി ആരാധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിയോഗം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചേ. യേശുനാമത്തിൽ ഈ നിയോഗത്തിന്റെ മേൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് നാമത്തെ വിളിച്ചപേക്ഷിച്ച് നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടും എന്നുള്ളത് ദൈവത്തിന്റെ വാക്കാണല്ലോ, മാറ്റമില്ലാത്ത വാക്കാണ്. അത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഗാനത്തോട് ചേർന്ന് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പാടി ആരാധിച്ച് നമുക്ക് സ്തുതിക്കാം, ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാം. പാവനാത്മനെ നൽകി പാലിക്കണമേ വിഭോ, പാത തെറ്റിടാതെന്നും ദാസരെ നയിക്കണേ. യേശു യേശു യേശുവേ, യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. വചനമാർഗം കാക്കണേ, വചനശക്തി നൽകണേ,
ദിവ്യവചന ശക്തിയാൽ ദാസരക്ഷ നേടട്ടെ. യേശുവേ, യേശു യേശു യേശുവേ യേശുനാമം പാവനം യേശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു. പാപബന്ധനത്തിന്റെ മാരകമുൾക്കെട്ടിലായി പെട്ടുപോയ ദാസരെ രക്ഷിക്കണമേ വിഭോ. യേശു യേശു യേശുവേ യേശുനാമ പാവനം യേശുനാമ പാടുന്നു യേശുനാമം സന്തോഷത്തോടെ പാടി. യേശു യേശു യേശുവേ യേശുനാമ പാവനം യേശുനാമ പാടുന്നു യേശുനാമം ആവേശത്തോടെ പാടിക്കേ. യേശു യേശു യേശുവേ യേശുനാമ പാവനം യേശുനാമ പാടുന്നു യേശുനാമം സ്തുതിച്ചേ, ആരാധിച്ചേ, ഈശോയെ വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. എല്ലാവരും സ്തുതിക്കട്ടെ, യേശുവിനെ വാഴ്ത്തട്ടെ, യേശു നാമത്തെ സ്തുതിക്കട്ടെ, യേശു നാമം വിളിച്ചപേക്ഷിക്കട്ടെ. ഈശോയെ, 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 യേശുവേ രക്ഷകനായ ദൈവം, യേശുവേ രക്ഷിക്കുന്ന ദൈവം, രക്ഷ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവം, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നിന്റെ നാമത്തിന് സർവ്വ ലോകങ്ങളുടെയും മുമ്പ് മഹത്വം നൽകുവാൻ ഞങ്ങളെയും നീ തെരഞ്ഞെടുക്കണേ. ഈശോയെ, 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 ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലൂടെ, ഞങ്ങളുടെ കുടുംബങ്ങളിലൂടെ നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈശോയെ, 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 ഈശോയെ. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ, നിങ്ങൾ കുരിശ് തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായന യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നോക്കിക്കേ, ഇതാ പത്രോസും യോഹന്നാനും ഒരു മുടന്തനായ മനുഷ്യനെ സുഖപ്പെടുത്തിയതിനു ശേഷം ഇവൻ എങ്ങനെ സൗഖ്യം പ്രാപിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ പറയുക, ഇവൻ എന്തുകൊണ്ട് സുഖം പ്രാപിച്ചു? നസ്രായനായ യേശുവിൻ്റെ നാമത്തിലാണ് ഇവൻ സുഖം പ്രാപിച്ചത്. ധൈര്യത്തോടെ പറയുക. പ്രിയപ്പെട്ടവരെ, നസ്രായനായ യേശുവിൻ്റെ നാമം സൗഖ്യം നൽകാൻ പ്രാപ്തമായ ശക്തിയുള്ള നാമമാണ്. നമ്മുടെ ജീവിതത്തിൽ രോഗമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ തളർച്ചയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ വേദന നാം അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ കർത്താവായ യേശുവിൻ്റെ നാമം നമുക്ക് സൗഖ്യം നൽകുന്ന നാമമാണ്. നമ്മുടെ തളർച്ചയെ മാറ്റി നമുക്ക് ശക്തി നൽകുന്ന നാമമാണ്. ജീവനില്ലാത്തവർക്ക് ജീവൻ പോലും നൽകുന്ന നാമമാണ് കർത്താവായ യേശുവിൻ്റെ നാമം. ആവേശത്തോടെ സന്തോഷത്തോടെ പാടി പ്രാർത്ഥിക്കുമ്പോൾ, പാടി മഹത്വപ്പെടുത്തുമ്പോൾ, യേശുനാമം എനിക്ക് സൗഖ്യമായിട്ട് മാറണം, യേശുനാമം എനിക്ക് ശക്തിയായിട്ട് മാറണം, യേശുനാമം എൻ്റെ ജീവിതത്തിൽ ജീവനായിട്ട് മാറണം. ഈ ആഗ്രഹത്തോടെ ചേർന്ന് പാടി എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും ആരാധിക്കട്ടെ, ആവേശത്തോടെ പാടി സൗഖ്യവും കൃപയും അഭിഷേകവും സ്വീകരിക്കട്ടെ. എൻ മനസ്സിൻ മുറിവുകൾ, ആത്മാവിൻ രോഗങ്ങൾ എല്ലാം അകറ്റണേ, പൂർണ്ണ ശുദ്ധി നൽകണേ. യേശു യേശു യേശുവേ യേശുനാമം പാവനം യേശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു. നിർമ്മലമാം മനസതിൽ നിന്നെ ഉൾക്കൊണ്ടിടാൻ ഒന്നു തൊട്ടുണർത്തണേ എൻ മനമെന്നാഥനേ. യേശു യേശു യേശുവേ യേശുനാമം പാവനം യേശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു. മനസ്സിനുള്ളിൽ മൃദുലമാം ദൈവസ്വരം കേട്ടിടാൻ മനസ്സലിഞ്ഞു നൽകണേ കരുണയോടെ നിൻ കൃപ. യേശു യേശു യേശുവേ യേശുനാമ പാവനം യേശുനാമ പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു. യേശു യേശു യേശുവേ യേശുനാമ പാവനം യേശുനാമ പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു. യേശു യേശു യേശുവേ യേശുനാമ പാവനം യേശുനാമ പാടുന്നു
യേശുനാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവരും യേശുനാമത്തെ വിളിച്ച് യേശുവേ 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 ഈശോയേ ഈശോയേ യേശുവേ യേശുവേ ഈശോയേ ഈശോയേ യേശുനാമത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കുന്നു. ഈശോയേ 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 അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യം വചനപ്രകാരം പറയുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നോക്കിക്കേ, ആകാശത്തിന് കീഴിൽ ഒരു മനുഷ്യനും രക്ഷയ്ക്ക് വേണ്ടി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുനാമം അല്ലാതെ. ഇത് ദൈവത്തിന്റെ വചനമാണ്. വിശ്വസിക്കുന്ന എല്ലാവരും ചേർന്ന് പാടട്ടെ, ചേർന്ന് വിളിക്കട്ടെ, യേശു നാമത്തിൽ രക്ഷ സ്വീകരിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ രക്ഷ കുറവുണ്ടോ, എവിടെയൊക്കെ സന്തോഷത്തിന്റെ കുറവുണ്ടോ, എവിടെയൊക്കെ നീ അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും നിനക്ക് പ്രതിഫലം കിട്ടുന്നതായിട്ട് അനുഭവപ്പെടുന്നില്ലേ? ശൂന്യതയാണോ ഉള്ളത്, നിരാശയാണോ ഉള്ളത്, ഫലരാഹിത്യമാണോ ഉള്ളത്? അവിടെയൊക്കെ യേശുനാമം കടന്നു വരട്ടെ. യേശുനാമം രക്ഷയായിട്ട് മാറട്ടെ. യേശുനാമം അനുഗ്രഹമായിട്ട് മാറട്ടെ. കനത്തോട് ചേർന്ന് ആവശ്യത്തോടെ പാടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധരങ്ങളിൽ നിന്ന് യേശുനാമം ഉയരണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് യേശുനാമം ഉയരണം. യേശുനാമത്തെ സ്തുതിക്കാൻ, ആരാധിക്കാൻ, പാടാൻ നമുക്ക് ആവേശം ഉണ്ടാവണം. ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിയാണ്. നാം വചനത്തോട് കണ്ടു, എല്ലാ നാവുകളും അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം, വിളിച്ചപേക്ഷിക്കണം എന്നുള്ളത് പിതാവായ ദൈവത്തിന്റെ പദ്ധതിയാ, ആഗ്രഹമാ. നമ്മിലൂടെ ആ ദൈവഹിതം നിറവേറട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ട് കടന്നു വരും. വിശ്വാസത്തോടെ ചേർന്ന് പാടി സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ജീവനാഥനേശുവേ, ജീവവഴിയെ ചരിച്ചിടാൻ നിത്യരക്ഷ നേടുവാൻ തനയർക്കേകു നൽവരം. യേശു യേശു യേശുവേ, യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. സുവിശേഷ ദീപ്തിയാൽ ഈ ലോകം നിറഞ്ഞിടാൻ വചന സാക്ഷ്യം നൽകിടാം, സുവിശേഷമേകിടാം. യേശു യേശു യേശുവേ, യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. പാടി കാൽവരി മലമുകളിലായി അങ്ങേ ബലിവേദിയിൽ എൻ ജീവിതമേകിടാം, എൻ ഹൃദയം നൽകിടാം. യേശു യേശു യേശുവേ, യേശുനാമ പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. യേശു യേശു യേശുവേ, യേശുനാമ പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. യേശു യേശു യേശുവേ, യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. യേശു യേശു യേശുനാമത്തിൽ യേശുനാമം പാവനം, ദൈവത്തിന്റെ യേശുനാമം പാടുന്നു, എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ശക്തി കർത്താവായ യേശുനാമത്തിൽ കടന്നു വരണം. വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ ദൈവം ഇടപെടും, ദൈവം ഇടപെടും, ദൈവം സൗഖ്യം തരും, ദൈവം രക്ഷ തരും. വിശ്വസിക്കട്ടെ, വിശ്വാസത്തോടെ പാടട്ടെ, വിശ്വാസത്തോടെ വിളിക്കട്ടെ. എല്ലാ തരങ്ങളും കർത്താവിനെ സ്തുതിച്ച് പാടട്ടെ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാൻ സാധിക്കുന്നവര്, പ്രചോദനം ലഭിക്കുന്നവരെല്ലാം സ്വതന്ത്രമായിട്ട് സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ, കർത്താവിനെ വിളിക്കട്ടെ, കർത്താവിന്റെ ശക്തിയെ രക്ഷിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരെയും വ്യക്തി ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണം. ദൈവമേ, കർത്താവേ, 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 നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ജീവിതത്തിലേക്ക്
ഈശോയെ, 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 നിന്റെ നാമത്തിൽ അന്ധത മാറട്ടെ, ആത്മീയ അന്ധത മാറട്ടെ, ദൈവിക തീർച്ചത ഉണ്ടാകട്ടെ. ഈശോയെ, നിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, നിന്റെ നാമത്തിൽ എല്ലാ പൈശാചിക പീഡകളും മാറിപ്പോകട്ടെ. ഈശോയെ, നിന്റെ നാമത്തിൽ എല്ലാവരും ശക്തി പ്രാപിക്കട്ടെ. തളർന്ന ജീവിതങ്ങളിലേക്ക് യേശു നാമത്തിൽ ശക്തി ഒഴുകട്ടെ. തളർന്ന മനസ്സുകളിലേക്ക് പ്രത്യാശ കടന്നു വരട്ടെ. ഈശോയെ, ഈശോയെ, ശക്തിപ്പെടുന്ന ദൈവമേ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ദൈവമേ, മരിച്ച ലാസനെ ഉറപ്പിച്ച ദൈവമേ, അങ്ങ് ഇറങ്ങി വരണേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണേ. ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നിയോഗങ്ങളിലേക്ക് ഈശോയെ ഇറങ്ങി വരണേ. ഈശോയെ, നീ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു. ഈശോയെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, യേശുവേ നന്ദി, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, 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 സ്തുതി. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നാമം എന്നും എപ്പോഴും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ യേശു നാമം നമുക്ക് രക്ഷയായിട്ട് മാറട്ടെ. നമ്മുടെ നിയോഗങ്ങളൊക്കെ യേശു നാമത്തിൽ പ്രാർത്ഥനയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. യേശു നാമത്തിൻ്റെ കൃപയും അഭിഷേകവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.